വാട ജോണേ, നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാ. ആടാ മച്ചാനെ, അപ്പൊ കറങ്ങാതെ വരി തന്നെയാണ്. നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ സെറ്റായി പോവല്ലേ? ബൈക്ക് എടുത്തിട്ട് പോവാല്ലേ? ആടാ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് കയറട്ടെ. നീ ഇന്ന് സ്ലോ മോഷൻ ഇട്ട് കളിക്കേ? ഇല്ല. നമുക്ക് കറങ്ങാൻ പോവാം. നമുക്കൊരു പുതിയ വണ്ടി അടിച്ചാലോടാ. ഷോറൂമിലേക്ക് വിട്. ഷോറൂം അതാ മുന്നിലുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഷോറൂമിൽ എത്താനായിന്നല്ല, എത്തി ഗൈസ്. ഇന്ന് നമുക്കൊരു അടിപൊളി വണ്ടി എടുക്കും. ഇവിടെ നിനക്കെന്താ കണ്ണില്ലടാ? കണ്ണുണ്ടല്ലോ, പക്ഷെ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് അധികം കാണില്ല. ഫുൾ ബ്ലാങ്ക് ആണേ. എന്താ ഊരി കളയി. എവിടെ ഇവിടുത്തെ ആള്? പിന്നെ അയാളിപ്പോ വരും. ഓക്കെ ഗൈസ്, ഇപ്പം അയാൾ വന്നിട്ടുണ്ട്. മോനെ, വണ്ടി അവിടെ ഉണ്ട് കേട്ടോ, നോക്കിക്കോ, നല്ല വണ്ടി. ആ ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. ഇതിൽ ഫുള്ള് ബൈക്കല്ല, നമുക്ക് വല്ല കാറും മേടിക്കാം. പിന്നെ ഞാൻ പുതിയ വണ്ടി എടുത്തു പോകും, നീയേ നമ്മുടെ ബുള്ളറ്റ് എടുത്ത് വന്നാൽ മതി. പിന്നെ ആവശ്യമില്ലല്ലേ? ഈ ഫോർച്യൂണർ അടിച്ചാലോ? എന്തെങ്കിലും ചെയ്യേ. ഇതൊക്കെ മതി, നല്ല വണ്ടിയാണ്. മോഡിഫൈ ചെയ്ത് അടിപൊളിയായിട്ടുണ്ടാവും. നമുക്കേതായാലും മോഡിഫൈ ചെയ്യാൻ കളറൊരു ഇതില്ല. നീ അവിടെ നിന്നോ. എന്താ അവിടെ നിന്ന് കളിക്കുന്നത്? ഇങ്ങോട്ട് വായോ. നമ്മളൊന്നും മാർക്കും വേണ്ടല്ലോ. നിന്നെ വേണ്ട ആവശ്യമില്ല, മാറിക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം. താങ്ക് യു. ഓക്കെ, നമ്മൾ ഗൈസ് അപ്പം നമ്മുടെ പുതിയ വണ്ടിയൊക്കെ അടവടിച്ച് തീർത്തില്ലെങ്കിൽ സാറേ, അതൊക്കെ നമ്മൾ ശരിയാക്കുക. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ പറഞ്ഞ അടിപൊളി. ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ട് ഗൈസ്, അതിൽ നോക്കി പോയി. ഗൈസ്, ഇനി നമുക്കിത് മോഡിഫൈ ചെയ്യണം. ഇതൊരു മാതിരി ഒരു വെള്ള കളർ, വെള്ള പൂശിയ പോലെ പുട്ടി അടിച്ച മാതിരി ഇട്ട് ഗൈസ്. നമുക്കിനി പോയിട്ട് ഏട്ടോ ഓട്ടോറിക്ഷക്കാരാ വെട്ടിക്കുന്നു. പുതിയ വണ്ടി മേടിച്ചിട്ടുള്ളൂ ഗൈസ്. ഇനി ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട്. ജോർജ് ഇവിടെ അല്ല, നമുക്ക് ഇവിടെ മോഡിഫൈ ചെയ്യാം ഗൈസ്. അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്യാം. ഇതിപ്പോൾ കളർ ഏതൊക്കെ കൊടുക്കുക? ബ്ലാക്ക് മതി. ബ്ലാക്കൊക്കെ മതി. ബ്ലാക്ക് അടിപൊളി. ടിൻ്റ് അടിക്കുക, ഗ്ലാസ് ടിൻ്റ് അടിച്ചു, ബ്ലാക്ക് തന്നെയാണ് പിന്നെ അതൊക്കെ മതി ഗൈസ്. ഇനി എന്താ കൊടുക്കുക? വീലില്ലേ, വീല് നമുക്ക് വേറെ വീല് കൊടുക്കുക. ഈ വീലൊരു സുഖമല്ല ഗൈസ്. കളറല്ല, വീല് ഏതാ കൊടുക്കുക? അതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. ഇതടിപൊളി. അതല്ല, ഇതട്ടോ ഗൈസ്, ഞാൻ ഉദ്ദേശിച്ച അടിപൊളിയല്ലേ. ഇനി റെഡ് കൊടുക്കാം. റെഡ് കളറൊക്കെ മതി. ഇതിൻ്റെ സൈസ് കൂട്ടണം. അപ്പോൾ ഒരു മോൺസ്റ്റർ ട്രക്ക് മാതിരിക്ക് ഉണ്ടാവും. അല്ല, മോൺസ്റ്റർ ഫോർച്യൂണർ. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് നൈട്രോ ആഡ് ചെയ്യാം. ഇനി സ്മോക്കിൻ്റെ കളർ ഒരു റെഡ് മതി. അപ്പോൾ നമുക്കിനി വണ്ടി ഓടിക്കാം. അതൊക്കെ മതി ഗൈസ്, ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി പോവാം. അവനവിടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ വർക്ക് ചെയ്യാം. അവൻ ഇതുവരെയായിട്ട് എത്തിയില്ലേ, ബൈക്കൊന്നും കാണാനല്ലേ. ഒരു പണി ഏൽപ്പിച്ചാൽ ഒന്നും കറക്റ്റ് ചെയ്യാറില്ല. അപ്പം അതെടുത്ത് കറങ്ങാൻ പോകും. ഞാൻ എന്നും അവനെ വിളിച്ച് ചോദിക്കണം. ഇനി ഞാൻ വിളിക്കാൻ നിൽക്കണമൊന്നുമില്ല. അല്ലെങ്കിൽ അവിടെ ഗ്യാരേജിൽ കയറ്റാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കാം. വണ്ടി കയറ്. പിന്നെ ഗൈസ്, ഒരു കാര്യം പറയാൻ വന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഗ്യാരേജ് മുഴുവൻ ഫുള്ളല്ല ഗൈസ്. ഇനി നമുക്ക് വന്ന് എവിടെ പോയതാടാ ഈ? ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ. മനസ്സിലാവുണ്ട്. എൻ്റെ വണ്ടി എവിടെ? നീ കണ്ടിരുന്നു എൻ്റെ വണ്ടി ഇവിടെ? ഞാൻ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വണ്ടി എവിടെ? ആരെ വിളിക്കുന്നത്? ജംഗിളുടെ നടക്കോടാ നിന്നെ. അവൻ കട്ടാക്കി. എന്തൊരു കഷ്ടാണ്. അവൻ പറഞ്ഞത് എനിക്കൊരെ കേട്ടു. ചെവിന്റെ ഫിലമെന്റ് വരെ അടിച്ചു പോണ പറച്ചിലവൻ പറഞ്ഞു. എന്ത് സൗണ്ട് അവൻ്റെ? അവൻ എഫക്റ്റ് വെച്ചാവോ. ഓക്കെ ഗൈസ്, നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. പറപ്പിച്ച് പൊടി പറത്തിയിട്ടാണ് ഗൈസ് നമ്മൾ വരുന്നത്. ഇനി നമുക്ക് പോടാ ടർബോ ജോസാൻ്റെ. ഇനി നമുക്ക് കയറി പോവാം. നീ അവിടെ നിന്നാൽ മതി, ഞാൻ പോയിക്കോളാം. ഇവിടെ ഉണ്ടായിരുന്നോടാ നീ ആരടാ? ഡോണോ? നിന്റെ വണ്ടി ഞാനേ അങ്ങ് വിറ്റു അമേരിക്കക്കാർക്ക്. നിന്റെ വണ്ടി അങ്ങോട്ട് നല്ല പൈസ അടിച്ചു കൊല്ല അവനെ. നിങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ ആരാന്ന്. നല്ലൊരു കാര്യം നീ കേട്ടോ, നീ ആരാന്ന് പറയേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ല തൽക്കാലത്തിന്. എന്നാ പിന്നെ ഞാനും തുടങ്ങാളാ. നീയൊക്കെ ഇവിടെ ഒന്നൊന്നായിച്ചാവും ഗൈസ്. നമ്മൾ അവരൊക്കെ കൊന്നു. ഇനി നിന്നെ ഞാൻ എങ്ങനെ കൊല്ലുന്നെന്ന് ഇപ്പൊ കണ്ടോ ഗൈസ്. പട്ട സൈഡ് ഷോട്ട്. ഇതൊക്കെ മതി ഗൈസ്.
നീ അവിടെ കിടന്ന് പറഞ്ഞോ. മറ്റവൻ എവിടെ? ഇനി അവനെ തരേ. അവനെവിടെ എവിടെയെങ്കിലും കാണും ഗൈസ്. ചിലപ്പോൾ പേടിച്ച് ജംഗിളുടെ പുറത്തൊക്കെ ഓടിയിട്ടുണ്ടാവും. അമ്മാതിരി സ്വഭാവമൊക്കെ ഉണ്ടാവാൻ. അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു. ചിലപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും എല്ലാവരും വണ്ടി അടിച്ച് എത്തിയിട്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ആരോ വിളിക്കണ്. എന്താ സാറേ? നീ തൽക്കാലത്തിനെ 5 മണിയാകുമ്പോൾ സ്റ്റേഷനിലോട്ടൊന്ന് വാട്ടോ, ഒന്ന് ഹാജരാവ്, എനിക്കൊരു കാര്യത്തിനാ. എന്താ സാറേ, എന്താ പ്രശ്നം? ഇയാൾക്കെന്താ ചെവി കേൾക്കൂലേ? അപ്പോഴൊക്കെ കട്ടാക്കിയോ? എന്തൊരു കഷ്ടം ഇയാളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് 5 മണിക്ക് സ്റ്റേഷനിലോട്ടൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. എന്തിനാകും? ഞാനൊരു തെറ്റ് ചെയ്തില്ല എന്തായാലും. ഇവിടെ ഉണ്ടായിരുന്നോ? നീ പേടിച്ച് ഓടി ഇങ്ങോട്ട് വന്നു അല്ലേ? ഓ നമുക്ക് വയ്യേ. കിടന്നുറങ്ങുക, ഇതാണല്ലോ നിന്റെ പണി. വരിക, കിടന്നുറങ്ങുക, അതന്നെ. നമുക്ക് ഇനി എന്തായാലും ഒന്ന് കുളിക്കാം ഗൈസ്. കുളിച്ച് വസ്ത്രമൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോവാം. പിന്നെ ഓക്കെ ഗൈസ്, നമ്മളിനി ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് വിചാരിക്കും. ഇതൊന്നും വേണ്ട, ഇത് മതി. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഷർട്ട് ഗൈസ്. ഇതൊക്കെ മതിയില്ലേ? ഇനി പോവാം. ഇവരെ കൂട്ടിയാലോ? അവരെ കൂട്ടിയിട്ടുണ്ട്. വാ പോവാല്ലേ? എങ്ങോട്ടാണ്? സ്റ്റേഷനിക്ക്. എങ്ങട്? സ്റ്റേഷനിൽ എത്തി, വാ. എടാ കറവട, എന്നെ തന്നെ കണ്ടല്ലോ കൂടെ. സാറേ എന്താ സാറേ? അത് ഞാൻ പറയാം. തൽക്കാലത്തിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ജയിലിൽ കിടക്ക്. ഒരു ടീമിനെ കൊന്നിട്ടാണ് അവൻ കിടന്ന് ചലക്കുന്നത്. ജോണേ പോലെ രക്ഷിക്ക്. ടാറ്റാ ഗുഡ് ബൈ. ഞാൻ വരില്ലടാ, ഫോൺ നടന്നിട്ട്. എനിക്കൊന്നും വയ്യ. പിന്നെ അവൻ ചതിയൻ. സാറേ എന്നെ രക്ഷിക്ക് സാറേ. ഞാനേ ഇവിടെ കാവല് നിൽക്കാൻ നിനക്ക് വേണ്ടി. മര്യാദ കടമുണ്ടായിരുന്നോ? നീയേ അത്രക്ക് ശരിയല്ല. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ വെയിലുള്ളി കയറക്കാണ്. ഇവിടെ ഫുൾ പോലീസുകാരാ, ഒന്നും ചാടാൻ പോലും പറ്റില്ല. ഈ ചേട്ടന്മാരൊക്കെ വട്ടം നിറങ്ങി കളിക്കാൻ പോവാ. വട്ടം നേരം കളിക്കല്ല മോനെ. അതെ, കുറച്ച് പണി കിട്ടിക്കണേ. ഞങ്ങളൊരു വലിയൊരു ഗ്യാങ് ഉണ്ട് ഞങ്ങൾക്ക് പിന്നില്. ഈ തൊപ്പിക്കാരൻ അണ്ണനാണ് ഞങ്ങളുടെ ബോസ്. തൊപ്പിക്കാരനെ വേറെ ഡ്രസ്സൊന്നുമില്ലേ? ബനിയനെ ഉള്ളൂ. എന്നാലല്ലാണ്ട് എന്റെ മസിൽ ആൾക്കാരൊന്നും കാണുള്ളൂ. അതിനത് അത്ര ഒന്നുമില്ലല്ലോ. ഓക്കെ ഗൈസ്, നമ്മുടെ പിന്നില് വേറൊരു ചേട്ടൻ വന്നിരിക്കുകയാണ്. ആകെ ഫുൾ കൊതുകടി ഗൈസ്. എടാ മോനെ, എന്റെ കയ്യില് ഗണ്ണുണ്ട്, നിനക്ക് വേണോ? ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. ചേട്ടാ ഗണ്ണുണ്ടോ? എങ്കിൽ താ. ഓക്കെ ഗൈസ്, നമുക്ക് ആ ചേട്ടൻ ഗണ്ണ് വന്നിരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഇപ്പൊ. അയ്യോ ഗൈസ്, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നോടാ, വണ്ടി എടുത്ത് വന്നൂല്ലേ നീ? നീ ചാടിയതാണോ ഹോസ്പിറ്റലിന്? മൂത്രയിക്കാൻ അവൻ്റെ ഇറങ്ങിയതാ. എടാ പോലീസ് എന്താ ചേട്ടെ? നമ്മുടെ മച്ചാൻ എൻ്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനാ പറഞ്ഞ എങ്ങനെയൊരു ജയിലാട് വില്ലേജിൽ അവൻ വീട് സെറ്റാക്കി തരാന്ന്. എന്നാ കുഴപ്പമില്ല. വില്ലേജിൽ പിന്നെ പോലീസുകാര് വരില്ല. അവർക്ക് അവിടുത്തെ നേതാവ് പെർമിഷൻ കൊടുത്തിട്ടില്ല. ജോർജ് പിന്നെ ചതിക്കൂലേ? എടാ നൈസായിട്ട് പണി കളി. നമ്മുടെ ഇന്നത്തെ പെട്രോൾ കഴിഞ്ഞടാ. ബെസ്റ്റ്. എന്ത് ചെയ്യും? ഓക്കെ ഗൈസ്, നമ്മുടെ പെട്രോൾ കഴിഞ്ഞു. പക്ഷെ അവിടെ ഉണ്ടാകുന്ന താരന്ന് പെട്രോൾ ഊറ്റിയെടുത്തു ഗൈസ്. നമ്മൾ ആരല്ലേ? അതിന്റെ ഓണർ വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചു കൊല്ലു. ഓക്കെ ഗൈസ്, നമ്മളിതാ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. സോ ഇനി നമ്മുടെ പണി എന്താ വെച്ചാൽ അവിടുത്തെ വീട് കണ്ടുപിടിക്കണം. എവിടെയാടാ വീട്? മച്ചാനെ ആടാ സെറ്റാക്കിക്കണ്. ഇതാണ് നിങ്ങളുടെ വീട്. ഓക്കെ, നമുക്ക് ഓക്കെ ഗൈസ്, നമ്മൾ 3 ദിവസമൊക്കെ നിന്നിട്ട് നമ്മുടെ കേസ് തണുത്തൊന്നും അല്ല. എന്നാ ശരിയടാ, നമുക്ക് എന്തായാലും പോവാ ഗൈസ്. ഇനി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം. നല്ല വിശപ്പ് ഗൈസ്. അപ്പോൾ ഇതുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ, സി യു, ഗുഡ് ബൈ, ഗയ.